കെപിസിസിയുടെ പരിപാടിയിൽ പങ്കെടുത്തതിൽ മുതിർന്ന സിപിഎം നേതാവ് ജി സുധാകരനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനം. കൂട്ടുകൂടുന്നത് സഹോദരനെ കൊലപ്പെടുത്തിയ പാർട്ടിക്കൊപ്പമെന്നാണ് വിമർശനം. സുധാകരനിലെ കമ്മ്യൂണിസ്റ്റ് സഖാക്കളുടെ മനസ്സിൽ അകാല ചരമം പ്രാപിക്കുമെന്നും പാർട്ടിയുടെ വിരുദ്ധ സംഘത്തിനൊപ്പം കൂടി നല്ലപിള്ള ചമഞ്ഞുവെന്നുമാണ് പോസ്റ്റുകളിൽ പറയുന്നത്. ശരത് എസ് എസ് വിവരങ്ങളുമായി. ശരത്, ഇപ്പോൾ ജി സുധാകരൻ കെപിസിസിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഘട്ടത്തിൽ തന്നെ വിമർശനം ഉണ്ടായേക്കുമെന്നുള്ള സൂചനകളുണ്ടായിരുന്നു. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്? അതിനോട് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടോ? സ്മൃതി, ഇന്നലെയാണ് ജി സുധാകരൻ തിരുവനന്തപുരത്ത് നടന്ന കെപിസിസിയുടെ, അതായത് ഗാന്ധിജി ശ്രീനാരായണ ഗുരു സമാഗമ ശതാബ്ദിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിൽ ജി സുധാകരൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ പരിപാടിയിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചതിനുൾപ്പെടെ കെപിസിസിയെ വാഴ്ത്തുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ ജി സുധാകരനെതിരെ സൈബർ ഇടത്തിൽ രൂക്ഷ വിമർശനം ഉയരുന്നത്. പ്രത്യേകിച്ച് ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് തന്നെയാണ് ഇത്തരമൊരു വിമർശനം ഉയരുന്നതെന്നും ശ്രദ്ധേയമാണ്. പലരും ഇടത് സഖാക്കൾ ഉൾപ്പെടെയുള്ള അത്തരം പേരുകളുള്ള പേജുകളിൽ നിന്നും മറ്റ് വ്യക്തികളിൽ നിന്നുമൊക്കെ തന്നെയാണ് ഇത്തരം വിമർശനങ്ങൾ എന്തായാലും ഉയരുന്നത്. അതായത് കൂട്ടുകൂടുന്നത് സഹോദരനെ കൊലപ്പെടുത്തിയ പാർട്ടിക്കൊപ്പമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പല പോസ്റ്റുകളും തുടങ്ങുന്നത്. സുധാകരനെ കമ്മ്യൂണിസ്റ്റ് സഖാക്കളുടെ മനസ്സിൽ അകാല ചരമം പ്രാപിക്കും. സുധാകരനെ MLA-യും മന്ത്രിയുമാക്കിയത് പാർട്ടിയാണ്. പാർട്ടിയുടെ വിരുദ്ധ സംഘത്തിനൊപ്പം കൂടി നല്ല പിള്ള ചമയുന്നു. ജി സുധാകരനോട് പരമപുച്ഛം എന്ന രീതിയിലൊക്കെ തന്നെയാണ് പല രീതിയിലുള്ള പോസ്റ്റ്. ഈ പോസ്റ്റുകൾ ശ്രദ്ധിച്ചാൽ ഒട്ടുമിക്ക പോസ്റ്റുകളും തുടങ്ങുന്നത് ഒരേ കണ്ടന്റ് വെച്ച് തന്നെയാണ്. അതായത് കെപിസിസിയുടെ പരിപാടിക്ക് ഇറങ്ങുമ്പോൾ സാർ ഒന്ന് വീട്ടിലെ ചുവരിലേക്ക് തിരിഞ്ഞു നോക്കണം എന്ന രീതിയിലാണ് ഒട്ടുമിക്ക പോസ്റ്റുകളുടെയും തുടക്കം. അതായത് ഇത് കൃത്യമായ രീതിയിൽ ജി സുധാകരനെ ആക്രമിക്കാൻ വേണ്ടി ഒരു വിഭാഗം തയ്യാറാക്കിയ ഒരു പോസ്റ്റാണ്. അത് പലരും ഏറ്റെടുക്കുന്നുണ്ട്. അത് ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ തന്നെയാണ് ഇത്തരത്തിൽ കൂടുതലും പ്രചരിക്കുന്നത്. പ്രത്യേകിച്ച് CPM പാർട്ടിയുടെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെ ഇത് പങ്കുവെക്കുന്നതായിട്ടും കാണാം. ആ രീതിയിൽ CPM-ൽ ജി സുധാകരൻ ഇന്നലെ കെപിസിസിയുടെ സെമിനാറിൽ ഇന്നലത്തെ പരിപാടിയിൽ പങ്കെടുത്തതിൽ വലിയ അമർഷമുണ്ട്. അതേ സൈബർ സഖാക്കളുടെയും മറ്റിടത് സൈബർ വിങ്ങിലൂടെ തന്നെ അത് പ്രചരിപ്പിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. നേരത്തെ തന്നെ പാർട്ടിയുമായി സുധാകരൻ പല കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചതാണ്. അതിന് പിന്നാലെയായിരുന്നു കഴിഞ്ഞ ദിവസം കെപിസിസിയുടെ പരിപാടിയിൽ സുധാകരൻ പങ്കെടുക്കുകയും ചെയ്തത്. പിന്നാലെ ഇപ്പോൾ CPM പ്രവർത്തകരും ഒപ്പം ഇടത് പ്രവർത്തകരും ഒക്കെ തന്നെ രൂക്ഷ വിമർശനവുമായി സുധാകരനെതിരെ രംഗത്ത് വരികയാണ് സൈബർ ഇടത്തിലൂടെ. ശരി, ശരത്താണ് വിവരങ്ങൾ നൽകിയത്.